ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 5 വലിയ സബോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. സബോള ഇതുപോലെ പകുതി വേവാകുമ്പോൾ ഇതിലോട്ട് 1 കുടം വെളുത്തുള്ളി ചതച്ചത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കൂടെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടാകും. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം. വെള്ളം വറ്റിയതിന് ശേഷം 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി 4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 5 മിനിറ്റ് ഇളക്കി റോസ്റ്റാക്കി എടുക്കണം. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക.